ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ യാത്രാമൊഴി ചൊല്ലി കടമ്പഴിപ്പുറം ഗ്രാമം. വിനോദയാത്രയ്ക്കിടെ അപകടത്തിൽ മരിച്ച പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. നാടിന്റെ പ്രിയപ്പെട്ടവളെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ആയിരങ്ങളാണ് എത്തിയത്. കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോയി ചിക്കമംഗ്ലൂരിൽ വെച്ച് കാണാതാവുകയും മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത ശ്രീനന്ദ ഇനി ഓർമ്മ. ചിക്കമംഗ്ലൂരിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ടവളെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും നാടൊന്നാകെ ഒഴുകിയെത്തി. ആയിരങ്ങളാണ് രാവിലെ മുതൽ വീട്ടിലും പരിസരത്തുമായി തടിച്ചുകൂടിയത്. ശ്രീനന്ദയുടെ കുടുംബത്തിന്റെ കണ്ണീർ നാടിനെയാകെ സങ്കടത്തിലാഴ്ത്തി. കാണാതായി 4-ാം ദിവസത്തിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം ഇന്നലെ ഉച്ചയോടെ കണ്ടെത്തിയത്. വ്യൂ പോയിന്റിന് താഴെ മരത്തിന് മുകളിൽ കുടുങ്ങിക്കിടന്ന നിലയിലായിരുന്നു മൃതദേഹം. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏപ്രിൽ 7 ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ശ്രീനന്ദയെ കാണാതാകുന്നത്. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് ശ്രീനന്ദയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണ്. വീഴ്ച മൂലമുണ്ടായ പരിക്കുകളാണെന്നും അസ്വാഭാവികതയൊന്നും ഇല്ലെന്നുമാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.